ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. എന്തെല്ലാം എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? നമ്മളുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 17-ാം തീയതി 2024-25 അധ്യയന വർഷത്ത് നമ്മളുടെ എക്സാം ഈ വരുന്ന തിങ്കളാഴ്ച നമുക്ക് വരാൻ പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ കഴിഞ്ഞ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചാപ്റ്റർ വൈസ് ആക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഓരോ ചാപ്റ്ററിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ ഇയർ വൈസ് ആക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും ഉണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും 6 വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാം. ടോട്ടൽ 11 ചാപ്റ്റർ, 66 വീഡിയോസ് ഉള്ളൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അതിൽ കാണാം. അതെടുക്കുക, അതിലുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും, അതായത് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ സ്ക്രീനിലും ഉണ്ട്, നിങ്ങളത് കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടു ഈ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ്റെ മോഡലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ്. അപ്പോൾ ഒരു ലാസ്റ്റ്, അതായത് നമ്മളുടെ ഈ 2019 വർഷങ്ങളിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ നമ്മളുടെ 29ാമത്തെ ചോദ്യം, അങ്ങനത്തെ ആ ചോദ്യങ്ങളും ഒന്ന് ഇടാമെന്ന് കരുതി. അങ്ങനൊരു ഇത് കണ്ടപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ മോഡൽ ഇടുമെന്ന് ചോദിച്ചപ്പോൾ അതും ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2019 29ാമത്തെ ചോദ്യം കേട്ടോ. ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് തന്നുകൊണ്ട്, ഒരു ഗണിതാശയം തന്നുകൊണ്ട്, ആ ആശയവുമായിട്ട് അല്ലെങ്കിൽ ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുടെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഈ ഭാഗത്തുനിന്ന് നമുക്ക് 6 മാർക്കിനുള്ള ചോദ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടേത് കേട്ടോ. അപ്പോൾ 2021 22 എങ്ങാണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊറോണ ബാച്ച് ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുകളായിരുന്നു. അപ്പോൾ ഈ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കുള്ളതൊക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് 2019 ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, read the following, understand the mathematical concept in it and answer the questions that follow. ചുവടെ കൊടുത്തിരിക്കുന്ന ഗണിതാശയം വായിക്കുക, ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതം, 6 × 1 6. The reminders obtained on dividing the powers of 2 by 7 have an interesting property. We can understand it from the table given below. 2ന്റെ കൃതികളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾക്ക് രസകരമായ ഒരു പ്രത്യേകതയുണ്ട്. അത് ചുവടെയുള്ള പട്ടിക ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നോക്കിയാ, നമ്മളുടെ ആൻസർ ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ആൻസർ നമ്മളിതിന് ആൻസർ ചെയ്യാൻ പോകാം. നോക്കിയാൽ 2:1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 2:2നെ 4, 2:3 1, 2:4 2, 4 1 ആണോ. 2 4 1 2 4 1 2 4 1 പറഞ്ഞ് ഇങ്ങനെ പോയിനി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ദ പവേഴ്സ് ആർ 1 4 7 ദ റിമൈൻഡർ ഈസ് 2. കൃത്യംഗങ്ങൾ 1 4 7 എന്നിവയായാൽ ശിഷ്ടം 2 ആയിരിക്കും. ഇഫ് ദ പവേഴ്സ് ആർ 3 6 9 ദ റിമൈൻഡർ ഈസ് 1. കൃത്യംഗങ്ങൾ 3 6 9 എന്നിവയായാൽ ശിഷ്ടം 1 ആയിരിക്കും. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2:8 by 7? 2:8നെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്ത്? അതായത് സീക്വൻസ് ഓഫ് powers of 2 leaving remainder 1 on division by 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന 2ന്റെ കൃതികളുടെ ശ്രേണി എഴുതുക. ചെക്ക് വെദർ 2019 is a term of the arithmetic sequence 3 6 9. 2019 എന്ന സംഖ്യ 3 6 9 എന്ന സമാന്തര ശ്രേണിയിലെ പദമാണോ? എന്തുകൊണ്ട്? What is the remainder on dividing 2:2019 by 7? 2:2019നെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ്? Write the algebraic form of the arithmetic sequence 1 4 7. 1 4 7 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Write the algebraic form of the sequence 2:1 2:4 2:7. Powers of 2 having remainder 2 on division by 7. 2:1 2:4 2:7 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന 2ന്റെ
കൃതികളാണ്. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് മക്കളെ നമുക്കിതിലുള്ളത്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ആൻസറും ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ടേബിൾ നോക്കിക്കോളുക, ആൻസറുകൾ നോക്കിക്കോളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2⁸ by 7? 2⁸ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ്. ഓക്കെ, 2⁴ 2 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 1 ആണ്, പിന്നെ വീണ്ടും 2 4 1. അപ്പോൾ 2 കഴിഞ്ഞാൽ അടുത്ത ആരാ വരിക? 4 ആണ് വരിക അല്ലേ. നോക്കിയാ ഈ പാറ്റേണിലല്ല ഇത് പോണ്. 2 4 1 2 4 1. അപ്പം ഇനി അടുത്തത് വീണ്ടും ആരാ? 2 4 1 ആണ്. നോക്കിയാ 2⁻1 ഇങ്ങനെ 1 2 3 4 5 6 7. അടുത്തത് ആരാ? 2⁸ ആണ്. ഓക്കെ, അപ്പൊ 2⁸ ആണ്. ഇതാ 2 5 8. 2ക്കും 3 കൂട്ടിയാൽ 5, 5ക്കും 3 കൂട്ടിയാൽ 8. അപ്പൊ 4ാമത്തെ ടേം 4 എന്ന് കിട്ടും റിമൈൻഡർ. ഓക്കെ ആണേ. ഓക്കെ, ഈ പാറ്റേൺ നോക്കിയാൽ മതി. പാറ്റേണിലോട്ട് നോക്കട്ടോ. 2 4 1 2 4 1. അപ്പൊ അടുത്ത 2, പിന്നെ ആരായിരിക്കും? 2 കഴിഞ്ഞാൽ ആരാ? 4. 2 കഴിഞ്ഞാൽ ആരാ? 4. അപ്പൊ ഇവിടെ 2 കഴിഞ്ഞാൽ ആര് വരണം? 4 വരണം. ഓക്കെ, അപ്പൊ 2⁻7 കഴിഞ്ഞാൽ അടുത്തത് ആരാ? 2⁸8. അപ്പൊ 2⁸ റിമൈൻഡർ എത്രയാ? 4. ഓക്കെ, ഇനി രണ്ടാമത്തെ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന 2ന്റെ കൃതികളുടെ ശ്രേണി ഇതാണ്. കൃതികളുടെ ശ്രേണി കേട്ടോ. റിമൈൻഡർ 1 ഇതാ 1 1. ഏതൊക്കെയാ? 3 6. ഞാൻ പറഞ്ഞു ഇവിടെ 4 ആണ്, പിന്നെ 4 കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? 1 ആണ് വരിക കണ്ടോ. 2 4 1. 4ൻ്റെത് 2⁸8 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1ൻ്റെ എത്രയാ? 2�9 ആണ്. അപ്പൊ ശ്രേണി എന്താ? 3 6 9 കണ്ടോ. 3 6 9 കിട്ടിയില്ലേ? ഫസ്റ്റ് 2⁸ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള റിമൈൻഡർ ആണ് ചോദിച്ചത്. അത് 4 എന്ന് കിട്ടി. അത് നമ്മൾ ആ പാറ്റേൺ വെച്ചിട്ട് പറഞ്ഞു. രണ്ടാമത് നമ്മളോട് ചോദിച്ചത് എന്താ? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന, ശിഷ്ടം 1 വരുന്ന എന്താ 2ന്റെ കൃതികളുടെ ശ്രേണി. അതേതാ? 3 6 9 എക്സെട്ര. ഓക്കെ അല്ലേ? Then C question, check whether 2019 is a term of the arithmetic sequence 369 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 2019 എന്ന് പറയുന്നത് 369 ഒരു ശ്രേണിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പവറുകളാണ് 369, മറക്കരുതേ. ഓക്കെ, അപ്പോൾ ഈ നോക്കിയേ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 6 3 പോയാൽ 3 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് 3 ആണ്. ഈ കോമൺ ഡിഫറൻസിനൊക്കെ നമ്മൾ ഈ സീക്വൻസിൽ നമ്മൾ ടേം ചെക്ക് ചെയ്യാൻ പഠിച്ചാണ്. അരിത്തമെറ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണിത് അല്ലെ. അരിത്തമെറ്റിക്കിൽ നമ്മൾ ടേം ചെക്ക് ചെയ്യാൻ പഠിച്ചാണ്. ഇതിലുള്ള ഓരോ ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 0 ആണ് അല്ലെ. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അപ്പോൾ റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടിയ ശിഷ്ടം. അപ്പം നമുക്ക് ഈ 2019 എന്ത് ചെയ്യാം? ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2019 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഈ സീക്വൻസിലെ ശ്രേണിയാണെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ 6 3 18 എന്ന് വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. ഏതായാലും ഇത് തുടങ്ങിയില്ലേ. 20 18 പോയാൽ 2, 1 അറക്കി എഴുതി. 7 3 21 21 ഉണ്ട്, പിന്നെ 9 ആണുള്ളത്. 3 9. ഓക്കെ, അപ്പോൾ അവിടെ റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ നോക്കാന്ന് പറയാം മക്കളെ. നോക്കിയാ, ഇതിലുള്ള ഡിജിറ്റുകളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 2⁻19 അല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലേ? 2⁻19 അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇതിലെ ഡിജിറ്റുകളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഒന്ന് ആഡ് ചെയ്തേ. 2ക്ക് 0 കൂട്ടിയാൽ 0, സോറി 2, 2ക്ക് 1 കൂട്ടിയാൽ 3, 3ക്ക് 9 കൂട്ടിയാൽ 12. ഈ 12 എന്ന് പറയുന്ന നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാതെ തന്നെ പറയാം 2019 എന്ന് പറയുന്നത് 3ന്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും? 2019 ഈ സീക്വൻസിലെ ശ്രേണി ആയിരിക്കും. ഓക്കെ, 673 ആൻസർ കിട്ടുക. റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ 2019 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 2019 ഈ സീക്വൻസിൽ എന്താണ്? ശ്രേണിയാണ്. ഓക്കെ, 2019 അപ്പോൾ ഈ സീക്വൻസിലെ ശ്രേണിയാണെന്ന് കിട്ടി. ഇനി ചെക്ക് ചെയ്തു. ഡി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2⁻19 by 7? ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞേ. കിട്ടിയോ? നോക്കിയേ, ഇവിടെ 3 6 9 എന്ന് പറയുന്ന ശ്രേണിയിലുള്ള ആരാണത്? സീക്വൻസ് ആണത് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയാ 3 6 9 അവിടെയൊക്കെ റിമൈൻഡർ എത്ര വരുന്നത്? 1. അപ്പൊ 2⁻19നെയും 2⁻
2019 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എത്രയാ 1 ആണ്. കണ്ടോ, റിമൈൻഡർ എത്രയാണ് 1 ആണ്. 369 എന്ന് പറയുന്ന സീക്വൻസിൽ പെട്ട ആളാണ് 2019 എന്ന് പറയുന്നത്. ആ 2019ന്റെ പവർ ആണ് കേട്ടോ, പവറുകളുടെ ശ്രേണിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2⁻3 വന്നു കഴിഞ്ഞാൽ 1 ആണ്, 2�6 വന്നാൽ 1 ആണ്, 2�9 വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 2⁻2019 വന്നാലും റിമൈൻഡർ എത്രയാണ് 1 തന്നെയാണ്. അടുത്ത് റൈറ്റ് ദ അൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്കറിയാം 147 an+b നമ്മൾ യൂസ് ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ, 4 1 പോയാൽ 3, അപ്പം 3n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം, പക്ഷെ 3 × 1 എത്രയാണ് 3 ആണ്. ആ 3നെ 1 ആക്കാൻ എന്ത് ചെയ്യണം, ഒരു 2 മൈനസ് ചെയ്യണം. അപ്പോൾ 3n - 2 ഇതാണ് നമ്മളുടെ അൾജിബ്ര. ഓക്കെ, ഇനി റൈറ്റ് ദ അൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ് 2⁻1 2⁻4 2⁻7. നോക്കിയേ, 2⁻1 2⁻4 2⁻7 എല്ലാത്തിലും ആര് കോമണാ, 2 കോമൺ ആണ്. അപ്പോൾ 2 ഇട്ടു. ഇനി മുകളിലുള്ള സീക്വൻസ് എന്താ നോക്കിയാൽ 147, അത് ഇതല്ലേ. അതിൻ്റെ അൾജിബ്ര എന്താ 3n - 2. അപ്പോൾ 2⁻3n - 2 എന്ന് വരും. കണ്ടോ, 2⁻3n - 2 എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ ആൻസർ നമ്മളുടെ പാറ്റേണിൽ തന്നെ ഉണ്ടാവും, മുകളിൽ ഉണ്ടാവും, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് വരുന്ന 6 മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2019 ചോദിച്ചൊരു പാറ്റേൺ മോഡലുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് മോഡലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിനി ചെയ്തത്. നമുക്ക് ബാക്കി ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചോദിക്കാത്ത ഇയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അധികം ദിവസങ്ങളില്ല, 3-4 ദിവസം കൂടി ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.